ഹായ് ഫ്രണ്ട്സ്, ബിജൂസ് കിച്ചൺ ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇടുക്കി അടിമാലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്, അപ്പൊ അവിടേക്ക് പോകുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള കാഴ്ചകളാണ്, സൂപ്പർ കാഴ്ചകളാണ്. അതായത് ആ ഹൈ റേഞ്ച് വ്യൂ അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര തന്നെ പോകണം. ആ പോകുന്ന വഴിക്ക് കുറെ വാട്ടർഫാൾസ്, ചെറുതും വലുതുമായിട്ടുള്ള, അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പോണ വഴിക്ക് കുരങ്ങന്മാരെ കാണാൻ പറ്റും. വേറെ കുറേ കാഴ്ചകളുണ്ട്. നല്ല മരങ്ങൾ, ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ, ചെറിയ ചെറിയ വീടുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പൊ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഫോഗുണ്ട് കേട്ടോ, പോണ വഴി ഫോഗുണ്ട്, നല്ല ഭംഗിയാ കാണാൻ. അപ്പൊ നമുക്ക് ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുപോകാം. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഇടുക്കി യാത്രയ്ക്ക് അങ്ങോട്ട് കൂടിക്കോളൂ. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. Through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിൽക്കുന്നത് വാളറ വാട്ടർഫാളിലാണ്. ഭയങ്കര ഇതിന്റെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാനൊന്നും പറ്റണില്ല. അപ്പൊ ഞങ്ങളിപ്പോ അടിപൊളി കാഴ്ച, ഭയങ്കര കാഴ്ചയാണത്. കണ്ടോ, ആ വെള്ളം വീണൊക്കെ ഇതുണ്ട്. സൂപ്പർ സംഭവമല്ലേ, നല്ല അടിപൊളിയായിട്ട് കാണാം. ഇങ്ങനെ വീണ താഴെ കൂടെ. അതെ, ഫോഗ് നല്ലോണം ഫോഗ് ഉണ്ടില്ല അപ്പുറത്തെ സൈഡിലൊക്കെ. Watching the ocean with you, baby, up with a slow motion crew, and we up in our clouds when people change, but not us, and we just chillin', kicking it, kissed by the sun, could be soaked to the skin in the mall soon. I know she got the good vibes when seasons change, but we're the same. Even if I lost all my money, the zero runs deep, honey, and I don't need to speak a single word. You got me holding, holding. Even if my jokes aren't funny, my tongue tied up on it, and I don't need to speak a single word. 'Cause you got me holding, holding.
അടിമാലിയിലെത്തി. അപ്പം ഞങ്ങളുടെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കടയുടെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കണത്. അപ്പം ഞങ്ങൾ പരിചയപ്പെടുത്താൻ ചേട്ടൻ്റെ ഫ്രണ്ടിനെയൊക്കെ. ചേട്ടാ, ഇതാണ് എൽദോസ്, എൽദോ എന്നെ. ഞങ്ങളുടെ അതെ, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്താൽ ഒരുപാട് കാലം ഒരുമിച്ചുണ്ടായതാ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും, അങ്ങനെ പോകും. എന്താ പറഞ്ഞാൽ അടിമാലി വഴി പോകുമ്പോൾ ഏതൻസ് ഫ്രൂട്ട്സ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയാണ്. അപ്പോൾ എല്ലാവരും ഈ വഴി കയറുക. ഇതാ ഇപ്പൊ ഞങ്ങള് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാണ്. ആള് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് വഴി കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാണ്. നല്ല ഭംഗിയാണ്, നല്ല അത് തന്നെ. നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കി. ഞങ്ങൾ ഇതിൽ പോയിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പൊ കാണുമ്പോ അന്ന് ഞങ്ങള് വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതന്നെ, വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ചെയ്യാൻ തുടങ്ങി കണ്ടില്ല. വീട്ടിലേക്ക് പോകുന്ന ആ വ്യൂ തന്നെ ഒരു സൂപ്പർ വ്യൂ അല്ലേ. എൽദോസേട്ടൻ്റെ വീടും പരിസരമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സെൻട്രൽ കൂടെ നമുക്കിങ്ങനെ നടന്നു പോകാം. ഇതൊക്കെയാണ് നിറച്ചും ചെടികളൊക്കെ വെച്ച് റെഡിയാക്കി നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഹായ്, എൽദോസേട്ടൻ്റെ മോളാണ് ഫസ്റ്റിന് നിൽക്കുന്നുണ്ട്. ഇതാണ് അവരുടെ വീട്. ചെറിയൊരു പച്ചക്കറിത്തോട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ടെറസിന്റെ മുകളിലാണേ. ചെറിയൊരു പൊടിയാണ്, മഴയൊക്കെ ഉണ്ട് കേട്ടാ. ഷൂ നോക്കിയേ എന്ത് ഭംഗിയാ നോക്കിയേ കാണാൻ. ദൂരേക്ക് നോക്കിയേ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട. അതിന്റെ മുകളിൽ ഫോഗും ഉണ്ട്. ഞങ്ങൾ ഇന്ന് എൽദോസേട്ടന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചെറിയ ചെറിയ കുക്കിംഗ് ആയിട്ടൊക്കെ കൂടിയേക്കാണ്. അപ്പൊ അതിന് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, ചില്ലി ബീഫും റെഡി ആക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനുള്ള കുക്കിങ്ങിലാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം.
അൽഫാം തന്നെ നമ്മള് ഫ്രൈ പാനിൽ ഫ്രൈ ആയിരുന്നു, ഗ്രില്ലില്ലാണ്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡില് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ ചില്ലി ബീഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ചിക്കൻ ഫ്രൈ ആയി പകുതി റെഡി ആയിട്ടുണ്ട്, ഫുള്ളായിട്ടുണ്ട്. One look, the heat is rising, and I've been cold for so long. One touch and we're igniting, setting fire to it all. You know. ഫ്രൈഡ് റൈസ് റെഡി ആവുന്നു. മൊത്തത്തിൽ പറഞ്ഞ എല്ലാവരും നല്ല കുക്കിങ്ങിലാണ്, ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് കുക്ക് ചെയ്യാണ്. നമുക്കിനി ഇതിന്റെ ഫ്രൈഡ് റൈസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സമയം കഴിഞ്ഞത് കൊണ്ട് അതന്നെ ചൂടുകൂടി. സലാഡിലേക്കുള്ള സവാള റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സലാഡ് വേറെ സൈഡിലേക്ക് പോകാം കേട്ടോ. അപ്പൊ അതായത് നമ്മുടെ മയണൈസ് റെഡി ആയിട്ട്, മയണൈസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ പല പ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ ഇത് എൽദോ പരീക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുട്ടയുടെ വെള്ള, അതിനോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 ഫുള്ള് വെളുത്തുള്ളി, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിനെ അടിച്ച് ഒരു പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് 10 മുട്ടയുടെ വെള്ള ചേർക്കണം, മഞ്ഞ മാറ്റിയിട്ടുള്ള വെള്ള. ആ വെള്ള ചേർത്ത് കഴിഞ്ഞ് അടിച്ച് ഒരു വിധം പരുവായി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് വിനിഗറും ഓയിലും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത്, ഇതിപ്പോ 1 ലിറ്റർ ഉണ്ട്, അതായത് ഏകദേശം 1/2 ലിറ്ററിൽ താഴെ എണ്ണ വന്നിട്ടുണ്ട്, 10 മുട്ടയുടെ വെള്ളം വന്നിട്ടുണ്ട്, 2 വെളുത്തുള്ളി വന്നിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വന്നിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് എന്താ, ഇതിങ്ങനെ മയോണൈസ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംഭവം, ഇതിന്റെ കൺസിസ്റ്റൻസി ഇതിങ്ങനെ ഇരിക്കും. ഇതുകൊണ്ടാ ഒരു കാര്യം ഇവിടെ ഉണ്ട്, നമ്മള് ഈ പഞ്ചസാരയും ഈ എണ്ണയും കൂടി നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നു, അതിന്റെ കൂടെ കുറച്ച് വിനെഗർ ഒഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അടിക്കണം. അത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഒന്നങ്ങ് അടിച്ചിട്ട് അപ്പം തന്നെ കുറച്ച് അല്പം കൂടെ എണ്ണ ഒഴിക്കുന്നു, വിനെഗർ ഒഴിക്കുന്നു. അങ്ങനെ അടിച്ച് വേണം നമുക്ക് ഏകദേശം 1/2 ലിറ്റർ ഫുള്ളായിട്ട് തന്നെ വേണം ഈ 1 ലിറ്റർ മയണൈസ് ഉണ്ടാകാൻ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരു പക്ഷേ ഈ പുറമേ നിന്ന് വാങ്ങുന്ന മയണൈസ് കഴിക്കുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ എന്തോ നമുക്ക് ടേസ്റ്റ് തോന്നുമെങ്കിൽ കഴിക്കാനൊരു മനസ്സ് തോന്നില്ല. പക്ഷെ ഇത് നമ്മൾ ചുമ്മാ ഉണ്ടല്ലോ മയണൈസ് വാരി ഇങ്ങനെ കഴിച്ചോണ്ടേയിരിക്കും, അത്ര ടേസ്റ്റാണ്. പിന്നെ എണ്ണ അല്പം കൂടുതൽ ചേരുന്നുണ്ട്, അത് നോക്കി കണ്ടൊന്ന് ഉപയോഗിക്കുക. എന്തായാലും ടേസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നല്ലോ, വല്ലപ്പോഴും കഴിക്കുമ്പോൾ അത് വിഷയമല്ല. അപ്പൊ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് പുതിന ചട്നി ഉണ്ടാക്കണേ. ഇതിന്റെ എല്ലാ കൂട്ടും റെഡി ആയിട്ടില്ല, പുതിനയും മല്ലിയിലയും റെഡി ആയിട്ടുണ്ട്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിന ചട്നി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ. ഇത് പുതിന ചട്നിയാണ്, നല്ല ഏകദേശം കട്ടിയായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മല്ലിയില വേണം, പുതിന വേണം. ഇത് ഏകദേശം സമാസം എടുത്താൽ മതി. ആവശ്യത്തിന് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും വേണം. അത് നമ്മള് അതും പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു ഫുള്ള് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി വേണം. ആ ഇഞ്ചി ഇട്ടച്ച് നമ്മള് മിക്സിയിലിട്ട് ഒന്നിച്ച് അടിച്ച് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം അവസാനം ഒരല്പം തൈര് ഒരു 2 സ്പൂൺ മതിയാവും. ആ 2 സ്പൂൺ ഞാനിത് ഉണ്ടാക്കിയപ്പോ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കും. പ്രത്യേകിച്ച് ഈ പച്ച കളറിലാകുമ്പോഴല്ലോ നമുക്ക് ഈ പച്ച കളറിന് ആ പച്ചയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലല്ല, ഇത് പ്രകൃതിദത്തമായ സാധനമാണ്. ഇത് സ്വന്തം പുതിയ നമ്മള് വീട്ടിലുള്ള മല്ലിയില ഉണ്ടായിരുന്നു, തീർന്നു പോയി. ഇതിപ്പോ കടയിൽ നിന്ന് മേടിക്കുക. ഇതിന്റെ പ്രത്യേകത നമുക്ക് ധാരാളം ചുമ്മാ കഴിക്കാം. അത് മയണൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണ വെച്ചതുകൊണ്ട് ചെറിയൊരു ഭയമുണ്ട്. ഈ വണ്ണമൊക്കെ പ്രശ്നമുണ്ട്. ദഹനത്തിനും കൂടി നല്ലതല്ലേ. അത് നമ്മള് ഒരുപാട് ഗുണങ്ങളുള്ള സാധനം. മല്ലിയിലയും ധനിയാപത്ത നമ്മൾ ഹിന്ദി, അതുപോലെ ഈ പറഞ്ഞ പുതിനകളും കൂടുമ്പോൾ ഈ കഴിക്കുന്ന ഹെവി ആയിട്ടുള്ള ഭക്ഷണം
ദഹിക്കാൻ പെട്ടെന്ന് ദഹിക്കാനും നല്ല എളുപ്പത്തിൽ ദഹിക്കാനുള്ള നല്ലൊരു മാർഗമാണ്. നല്ല നല്ല ഉറപ്പുള്ള നല്ല അടിപൊളി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർ സംഭവം. ചിക്കൻ ഫ്രൈ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാള റെഡി ആയിട്ടുണ്ട്, അത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകും. Close till I get up. Time is barely on our side. I don't wanna waste what's left. നമുക്കിവിടെ കുറച്ച് പേരൊക്കെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തി ഇവരൊക്കെ ആരൊക്കെയാണ്? ഇത് എന്റെ ചാച്ചന്റെ മോളാണ്. ഒരു ഹായ് പറഞ്ഞേ. ഇത് ചാച്ചന്റെ മോളുടെ ഭർത്താവ്. ഒരു ഹായ് പറഞ്ഞോളൂ. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആഴ്ചയായിട്ടുള്ളൂ. അപ്പൊ അവർക്കൊരു വിരുന്ന് സൽക്കാരം കൂടെ ഒരു ട്രീറ്റും കൂടെയാണ് ഈ കൂടെ ചെയ്യുന്നത്. ഭാഗ്യത്തിന് അതിനൊരു അവസരം എല്ലാം കൂടെ ഒത്തിണങ്ങി വന്നിട്ടുണ്ട്. എന്തോ ചേട്ടന്റെ ചേച്ചി ഇവിടെ നിക്കണുണ്ട്. ചുറ്റി വരട്ടെ. ഇതാണ് എന്തോ ചേട്ടന്റെ ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ? പോലീസില് അപ്പൊ ഇവര് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാവരും കഴിക്കാണ്, നമ്മൾ എല്ലാവരും കൂടി കഴിക്കാനിരുന്നേക്കാണ്. അപ്പൊ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇതിന്റെ ഈ കുക്കിങ്ങിൽ എല്ലാവരും ഉണ്ടായെങ്കിലും ആ സമയത്ത് ആരുടെ മുഖമൊന്നും വന്നില്ല. ഇപ്പൊ എല്ലാവരും ടേബിളില് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എൽദോസേന്റെ വൈഫ്, മകൻ, 2 മക്കള്. മക്കളുടെ പേരൊന്ന് പറഞ്ഞേ. ഏഞ്ചലസ്. പേര് പറയും. സുജി. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ഒരു ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണെന്ന് നിങ്ങൾ കഴിച്ചു തുടങ്ങട്ടെ. ചിക്കന്റെ കാലത്ത് നിർത്തോ. അടുത്തുള്ള ചിക്കൻ കഴിച്ചോ. ഇങ്ങോട്ടാ. Through the highways and on we'll go. ഹായ് ഫ്രണ്ട്സ്, ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ടുണ്ട്. മഴ പെയ്യണുണ്ട്. അപ്പോൾ ഈ അടിമാലിയിൽ വന്നിട്ടുള്ള വിശേഷമൊക്കെയാണ് ഞങ്ങൾ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ നമ്മൾക്കൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായി ഇനി വീണ്ടും കാണാം. ബൈ.